ഡൽഹി സുൽത്താനേറ്റ്, ഗ്രേറ്റർ മുഗൾസ്, ഈ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ്, അവർ നടത്തിയ യുദ്ധങ്ങൾ, അവരെ വിസിറ്റ് ചെയ്ത ഫോറിൻ എൻവോയ്സ് തുടങ്ങിയ ആൾക്കാരെക്കുറിച്ചൊക്കെ ചോദ്യം വന്ന വഴിയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. First question, who among the following was the head of the Diwani Insha department under the Delhi Sultanate? Dabiri Khas, Barid-e Mamalik, Amir-e-Dad, Wakil-e-Dar. ഓക്കെ, ഇപ്പോൾ ബരീദ് എന്ന് പറയുന്നത് സ്പൈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടതാണ്. അമീർ എന്ന് പറയുന്ന ഒരു ജനറൽ അഥവാ റവന്യൂ അഡ്മിനിസ്ട്രേഷനൊക്കെ ബന്ധപ്പെട്ടതാണ്. വക്കീൽ എന്ന് പറയുന്നത് നമുക്ക് വക്കീൽ-ഇദാർ, വക്കീൽ എന്ന് പറയുന്നത് നവീൻ റവന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹെഡ് ഓഫ് ദി ദിവാനി ഇൻഷ എന്ന് പറയുന്നത് ദാബിർ-ഇ ഖാസ് ആണ്. ഈ ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഓഫീസേഴ്സും അവരുടെ പോർട്ട്ഫോളിയോസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചോദിക്കാം. നമുക്ക് പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് നോക്കിയാലോ. ഒന്ന് ദിവാനി ഇൻഷ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കറസ്പോണ്ടൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ദിവാനി ഇൻഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബരീദ്-ഇ മമാലിക്, ബരീദ് എന്ന് പറഞ്ഞാൽ തന്നെ ദാറ്റ് ഈസ് ഇൻഫർമേഷൻ സംബന്ധമായ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ബരീദ്-ഇ മമാലിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റൽ സിസ്റ്റം, ഇത് സ്പൈ സിസ്റ്റം എന്ന് ചിലത് പറയാറുണ്ട്, പോസ്റ്റൽ സിസ്റ്റമാണ് ബരീദ്-ഇ മമാലിക്. നെക്സ്റ്റ് അമീർ-ഇ-ദാദ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ്, അതായത് ജുഡീഷ്യൽ ഓഫീസർ അല്ല, ഹു അഡ്മിനിസ്റ്റർ ദ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതാണ് അമീർ-ഇ-ദാദ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വക്കീൽ-ഇദാർ, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓഫ് റോയൽ ഹൗസ് ഹോൾഡ് ആണ് വക്കീൽ-ഇദാർ വരുന്നത്. ദിവാനി ഇസ് വിസാറത്ത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ആൻഡ് ഫിനാൻസ് ഹെഡഡ് ബൈ വസീർ. ഓക്കെ, വസീർ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ എന്ന പോസ്റ്റ് നമുക്ക് മുഗൾ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ഓക്കെ, വസീർ, അപ്പോൾ വസീറിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു വിസാറത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. വിസാറത്ത് എന്ന് പറയുന്നത് റവന്യൂ ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, ദിവാനി റിസാലത്ത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് ആണ്. റിസാലത്ത് വരുന്നത് ഫോറിൻ അഫയേഴ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ദിവാനി ബന്ധകൻ, പേരിൽ തന്നെയാണ്, ബന്ധകൻ മീൻസ് സ്ലേവ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് വരുന്നത്. ദിവാനി ഖൈറാത്ത്, ചാരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ദിവാനി ഖൈറാത്ത്. ഈ ദിവാനി ഖൈറാത്ത് എന്ന് പറയുന്ന ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. FST ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് ദിവാനി ഖൈറാത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. നെക്സ്റ്റ് ദിവാനി മസ്തക് രാജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അരിയേഴ്സ് ആണ്. അരിയർ ഡിപ്പാർട്ട്മെൻറ്റ്, ആരൊക്കെ ടാക്സ് കൊടുക്കാൻ പെൻഡിങ് ഉണ്ട്, അരിയർ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മസ്തക് രാജ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടത്തിലാണ് ദിവാനി മസ്തക് രാജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദിവാനി കോഹി, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റാണ് ദിവാനി കോഹി. മുഹമ്മദ് തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് ദിവാനി കോഹി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ദിവാനി കോഹിയും ദിവാനി മസ്തക് രാജും ദിവാനി ഖൈറാത്തും ഒക്കെ ആരുടെ കാലഘട്ടത്തിലാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ടേംസ് എല്ലാം കൃത്യമായി പഠിച്ചെടുക്കാൻ ഈ സ്ലൈഡ് സഹായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ വാട്ട് നെയിം ഡിഡ് അലാവുദ്ദീൻ ഖിൽജി ബിൽഡ് ഹിസ് ക്യാപിറ്റൽ? ഖിജിറാബാദ്, സിറി, ദിൻബന, രാജ്പിത്തോറ. ഓക്കെ, അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ ക്യാപിറ്റലിൻ്റെ പേരെന്തായിരുന്നു? സിറി ആയിരുന്നു അലാവുദ്ദീൻ ഖിൽജിയുടെ ക്യാപിറ്റൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്നിരുന്നാലും ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഒന്ന് ഖിജിറാബാദ്, ഖിജിറാബാദ് എവിടെയായിരുന്നു? ചിറ്റോറിലാണ്, രജപുത്ത് പ്രദേശമായ ചിറ്റോറിലായിരുന്നു ഖിജിറാബാദ്. ഈ ശരിക്കും പറഞ്ഞാൽ ചിറ്റോറിൻ്റെ പേര് അലാവുദ്ദീൻ ഖിൽജി ഖിജിറാബാദ് എന്ന് റീനെയിം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, വിച്ച് സിറ്റി വാസ് റീനെയിംഡ് ആസ് ഖിജിറാബാദ്? ചിറ്റോർ വാസ് റീനെയിംഡ് ആസ് ഖിജിറാബാദ് ബൈ അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ് ദിൻബന, ദിൻബന എന്ന് പറയുന്നത് മുഗൾ എംപററായിരുന്ന ഹുമയൂൺ നിർമ്മിക്കുന്ന ടൗണാണ് ദിൻബന. ഇന്നത്തെ ന്യൂഡൽഹിയിലാണ് ദിൻബന ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് രാജ്പിത്തോറ, രാജ്പിത്തോറ എന്ന് പറയുന്നത് 12th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്യുന്ന ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹിയിൽ ഉണ്ടാക്കുന്ന ഒരു സിറ്റിയാണ് രാജ്പിത്തോറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഖിജിറാബാദും ദിൻബനയും രാജ്പിത്തോറയും ഒക്കെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു among the following revolted against Balban, Sultan of Delhi, and declared himself as an independent ruler of Bengal in 1279? ഓക്കെ, ഈ ബാൽബൻ എന്ന് പറയുന്നത് തന്നെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ വളരെ പ്രോമിനൻ്റ് ആയ റൂളറായിരുന്നു. അദ്ദേഹം ബ്ലഡ് ആൻഡ് അയൺ പോളിസിയിലൂടെ അദ്ദേഹത്തിനെതിരായി പ്രവർത്തിച്ച എല്ലാ ആൾക്കാരെയും സപ്രസ് ചെയ്തിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബംഗാളിൽ അദ്ദേഹത്തിനെതിരായി റിവോൾട്ട് ഉണ്ടാകുകയും ഒരു ഇൻഡിപെൻഡൻറ്റ് രാജാവിനെ പോലെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു ടഗ്രാ ഖാൻ അഥവാ ടഗ്രിൽ ബഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ടഗ്രിൽ ബഗ്. ബുഗ്രാ ഖാൻ എന്ന് പറയുന്നത് നമ്മുടെ ബാൽബൻ്റെ മകനായിരുന്നു ബുഗ്രാ ഖാൻ. നാസറുദ്ദീൻ മുഹമ്മദ് ബാൽബൻ്റെ മകളുടെ ഭർത്താവ് നാസറുദ്ദീൻ മുഹമ്മദ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ടഗ്രിൽ ബഗ് എന്ന പേര് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു among the following was defeated in the battle of ചന്ദേരി in 1528? ഫേമസ് ആയൊരു ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ചന്ദേരി. ചന്ദേരി എന്ന് പറയുന്ന ബാറ്റിൽ നടത്തുന്നത് ബാബറാണ്. വാസ് ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് ബാബർ. അപ്പം ചന്ദേരി യുദ്ധം വിജയിക്കുന്ന വ്യക്തി ബാബറാണ്. ബാബർ മേദിനി റായിക്കെതിരായി നടത്തിയ യുദ്ധമാണ് ചന്ദേരി വാർ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഷെർഷാ സൂരി, ബാബർ
ബാബർ, സിക്കന്ദർ ലോധി, മെദിനി റായ്. ഓപ്ഷൻ പരിശോധിക്കാറിയ ഷെർഷാ സൂരി എന്തായാലും ബാബറിൻ്റെ കണ്ടംപററി ആയിട്ട് നേരിട്ട് യുദ്ധത്തിന് വരുന്നില്ല. ഓക്കെ, സിക്കന്ദർ ലോധി വരുന്നില്ല. പിന്നെയുള്ളത് മെദിനി റായ് മാത്രമാണ്. അപ്പം ബാറ്റിൽ ഓഫ് ചന്ദേരി നയിക്കുന്ന വ്യക്തി, ബാറ്റിൽ ഓഫ് ചന്ദേരി എന്ന് പറയുന്നത് ബാബർ ലീഡ് ചെയ്യുന്ന ബാറ്റിലാണ്. ബാബർ മെദിനി റായ് എന്ന് പറയുന്ന രജപുത്ര റൂളറിനെ പരാജയപ്പെടുത്തുന്ന ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ചന്ദേരി. ബാബറിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളെല്ലാം നമ്മൾ ഓർത്ത് വെക്കണം. ബാബറിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട 4 യുദ്ധങ്ങളിലൂടെയാണ് ബാബർ നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഉറപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ യുദ്ധം നമുക്കറിയാം, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നത്. ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുന്നു. രണ്ടാമത്തെ ബാബറിൻ്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൺവ. ഓക്കെ, റാണ സംഘയെ പരാജയപ്പെടുത്തുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഖൻവ എന്ന് പറയുന്നത്. ശക്തനായ രജപുത്ര റൂളറായിരുന്നു റാണ സംഘ. 1527 ബാറ്റിൽ ഓഫ് ഖൻവ നടക്കുന്നത്. നെക്സ്റ്റ് ആണ് ബാറ്റിൽ ഓഫ് ചന്ദേരി. 1528 ബാറ്റിൽ ഓഫ് ചന്ദേരി. മേദിനി റായ് എന്ന് പറയുന്ന രജപുത്ര റൂളറിനെ പരാജയപ്പെടുന്നതാണ് ബാറ്റിൽ ഓഫ് ചന്ദേരി. നെക്സ്റ്റ് ബാറ്റിൽ ഓഫ് ഗഗ്ര 1529. ബാബർ അഫ്ഗാൻ ലീഡേഴ്സിനെ പരാജയപ്പെടുത്തുന്ന ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ഗഗ്ര. ബാബറിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഈ 4 യുദ്ധങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വർഷങ്ങൾ പഠിച്ചു വെക്കണം. അത് ആർക്കെതിരെയാണ് നടന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ബാബറിൻ്റെ യുദ്ധങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഷെർഷാ സൂരിയുടെ യുദ്ധങ്ങൾ കേട്ടോ. ബാറ്റിൽ ഓഫ് ചൗസ 1539 മുഗൾ എംപറർ ഹുമയൂണിനെ പരാജയപ്പെടുത്തുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചൗസ. അതേപോലെ ബാറ്റിൽ ഓഫ് കനൗജ് 1540 മുഗൾ എംപററായ ഹുമയൂണിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ഡൽഹി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കനൗജ്. ഓക്കെ, ഇപ്പം നമ്മുടെ ബാബറിൻ്റെ കാലഘട്ടത്തിലെയും ഷെർഷാ സൂരിയുടെ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ അത് പറഞ്ഞു പോകുന്നത്. അത് കോമ്പറ്റേറ്റീവ് എക്സാംസിനുമായി ചോദ്യം വരാം. നെക്സ്റ്റ്, നെയിം ദ ഫ്രഞ്ച് ജുവലർ ഹു ട്രാവൽഡ് ടു ഇന്ത്യ അറ്റ്ലീസ്റ്റ് 6 times ഡ്യൂറിംഗ് മുഗൾ പീരിയഡ്. 6 പ്രാവശ്യം ഇന്ത്യ വിസിറ്റ് ചെയ്ത ഫ്രഞ്ച് ജുവലർ ആരായിരുന്നു? അന്റോണിയോ മോൺസെററ്റ്, ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ, സെയ്ദി അലി റയീസ്, പീറ്റർ മുണ്ടി. ആൻസർ വന്നിരിക്കുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ ആണ്. ബാക്കി എല്ലാ യാത്രികരും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാം. അന്റോണിയോ മോൺസെററ്റ് സ്പാനിഷ് മിഷണറി ആയിരുന്നു. ഓക്കെ, മറക്കാതിരിക്കുക, ഒരു സ്പാനിഷ് മിഷണറി ആയിരുന്നു അന്റോണിയോ മോൺസെററ്റ്. 1578 അക്ബറിൻ്റെ കോർട്ടിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തു. നെക്സ്റ്റ്, പീറ്റർ മുണ്ടി, ഒരു ഇംഗ്ലീഷ് ട്രേഡർ ആയിരുന്നു പീറ്റർ മുണ്ടി. അദ്ദേഹം ഷാജഹാൻ്റെ കോർട്ടിൽ 1628 വിസിറ്റ് ചെയ്യുന്നു. ഈ പീറ്റർ മുണ്ടിയാണ് ഷാജഹാൻ്റെ കാലഘട്ടത്തിൽ ഒരു ഫാമിൻ ഉണ്ടായതായിട്ടും അതേപോലെ തന്നെ ഷാജഹാൻ ആ ഫാമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയായി മെഷേഴ്സ് എടുത്തതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെയ്ദ് അലി റയീസ് എന്ന് പറയുന്ന ഒരു ഒട്ടോമൻ ടർക്കിഷ് അഡ്മിറൽ ആയിരുന്നു. 1562 അദ്ദേഹം ഗുജറാത്തിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന 4 ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടു. ഓർത്ത് വെക്കുക, അത് നമുക്ക് പ്രയോജനം ചെയ്യും. നെക്സ്റ്റ്, ശിശോദിയ രജപുത്ര റൂളർ ഓഫ് മേവാർ അമർ സിംഗ് accepted മുഗൾ സർവീസ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ്. ഓക്കെ, അമർ സിംഗ് മുഗൾ സർവീസ് അക്സെപ്റ്റ് ചെയ്യുന്നത് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം മുഗൾസുമായിട്ട് നമ്മുടെ രജപുത്രൻ്റെ അലയൻസ് ആരംഭിക്കുന്ന അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ്. എന്നിരുന്നാലും അമർ സിംഗ് മുഗൾസിന് സുപ്രീമസ് അംഗീകരിക്കുന്നത് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ്, ടാൻസൻ ഹു വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ നവരത്നാസ് ഓഫ് അക്ബർ വാസ് എൻ എക്സ്പേർട്ട് ഇൻ പ്ലേയിങ് വിച്ച് ഓഫ് ദ ഫോളോവിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്? നഗദ, വീണ, സാരംഗി, രബാബ്. ഓക്കെ, ഈ വീണയും സാരംഗിയും ഒക്കെ നമ്മുടെ ടാൻസൻ വായിക്കുമായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഏറ്റവും എക്സ്പെർട്ട് എന്നറിയപ്പെടുന്നത് രബാബിലായിരുന്നു. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കുക, ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ടാൻസിൻ്റെ ഒറിജിനൽ നെയിമാണ് രാംതാണു പാണ്ഡെ. സോ രാംതാണു പാണ്ഡെ വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് ടാൻസൻ. ഓക്കെ, മറക്കാതിരിക്കുക, ടാൻസൻ്റെ ഒറിജിനൽ നെയിം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആർട്ട് ഓഫ് ഡെക്കറേഷൻ കോൾഡ് പിയത്ര ദുറ ബിക്കെയിം പോപ്പുലർ ഡ്യൂറിങ് ഹൂസ് റെയിൻ? പിയത്ര ദുറ എന്ന് പറയുന്നത് നമ്മുടെ മനോഹരമായ ചിത്രങ്ങൾ വരച്ചതിനകത്ത് പ്രീഷ്യസ് സ്റ്റോൺസ് ഇംപ്രസ് ചെയ്യുന്ന സിസ്റ്റമാണ് പിയത്ര ദുറ. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇത്തിമത്തുദ്ദൗളയുടെ മൗസോളിയത്തിലേക്ക് ജഹാംഗീറിൻ്റെ കാലഘട്ടത്തിലാണ്. എന്നിരുന്നാലും ചോദ്യം എന്താണ്, ഇത് പോപ്പുലർ ആയത് 6 കാലഘട്ടത്തിലാണ്? ഇത് പോപ്പുലർ ആയത് ഷാജഹാൻ്റെ കാലഘട്ടത്തിലാണ്. ഷാജഹാൻ താജ്മഹലിൽ പിയത്ര ദുറ ഡെക്കറേഷൻ കാര്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ഹൂസ് റെയിൻ വാസ് ദ മാക്സിമം നമ്പർ ഓഫ് ബുക്സ് ഇൻ പേർഷ്യൻ ഓൺ ക്ലാസിക്കൽ ഇന്ത്യൻ മ്യൂസിക് റിട്ടൺ? ഷാജഹാൻ, ജഹാംഗീർ, അക്ബർ, ഔറംഗസേബ്. ഓക്കെ, നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത ഒരു ആൻസറാണ് വരാൻ പോകുന്നത്. ആൻസർ വരുന്നത് ഔറംഗസേബാണ്. അവർക്ക് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം കൊട്ടാരത്തിൽ ഹിസ്റ്ററി റൈറ്റിംഗ് ബാൻ ചെയ്തു, സിംഗിങ് ബാൻ ചെയ്തു, ഡാൻസിങ് ബാൻ ചെയ്തു. അങ്ങനെ എല്ലാവിധമായ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഇദ്ദേഹം ബാൻ ചെയ്തു. എന്നിരുന്നാലും ഇദ്ദേഹം, അതായത് ഔറംഗസേബ് ഹിംസെൽഫ് വാസ് എ രുദ്ര
വീണ പ്ലെയർ. ഓക്കെ, രുദ്രവീണ പ്ലെയർ ആയിരുന്നു ഔറംഗസേബ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പക്ഷേ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരുപാട് ബുക്കുകൾ തർജ്ജിമ ചെയ്യപ്പെടുകയുണ്ടായി. ഓക്കെ, അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഔറംഗസേബാണ്, മറക്കാതിരിക്കുക. അപ്പോൾ ഈ സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അക്ബർ ഡാഷ് വാസ് ദ ലാൻഡ് ദാറ്റ് ഹാസ് ലെയിൻ ഫാളോ ഫോർ 3 or 4 years. 3-4 വർഷക്കാലത്തേക്ക് കൃഷി ചെയ്യാതെ ഇരുന്ന തരിശു ഭൂമി ഏതാണ്? പരുത്തി, പൊളാച്ച്, ചച്ചാർ, ബഞ്ചാർ. ഓക്കെ, ഒന്നും അറിയാമെങ്കിൽ വേണേൽ കറക്കി കുത്താൻ പറ്റുന്ന ചാർ മീൻസ് 4 ഓർ ചച്ചാർ 4 years. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും പരുത്തി, പൊളാച്ച്, ചച്ചാർ, ബഞ്ചാർ നമുക്ക് നോക്കി പോകാം. ഒന്ന് പൊളാച്ച്. ലാൻഡ് ഓൾവേസ് അണ്ടർ കൾട്ടിവേഷൻ, മറക്കാതിരിക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ലാൻഡ് ഓൾവേസ് അണ്ടർ കൾട്ടിവേഷൻ ഈസ് നോൺ ആസ് പൊളാച്ച്. ആൻഡ് പരുത്തി, ദ ലാൻഡ് ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ് ഫോർ 1 or 2 years. 1-2 വർഷമോ കൃഷി ചെയ്യാത്ത പ്രദേശങ്ങളാണ് പരുത്തി എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ചച്ചാർ, ലാൻഡ് ലെഫ്റ്റ് uncultivated for 3 to 4 years known as chachar. And banjar, the land left uncultivated for 5 or more years known as banjar. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്